നമസ്കാരം. മലപ്പുറത്തിൻ്റെ ആരവം അടങ്ങുമ്പോൾ ആലോചിക്കാൻ പലതാണ് ലീഗിൻ്റെ വിജയം വഴിവെക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം താമര പാർട്ടിയിലാണ് തമ്മിൽ തല്ല് തുടങ്ങിവെച്ചത്. മലപ്പുറത്തെ മനക്കോട്ട തകർന്നതിനെപ്പറ്റി പാലക്കാട് നടന്ന ചർച്ചയിലാണ് പടലപ്പിണക്കം പുറത്തു വന്നത്. കോർ കമ്മിറ്റി യോഗത്തിൽ കുമ്മനത്തിന് കണക്കിന് കിട്ടിയെന്നാണ് കേൾവി. ലക്ഷത്തിൻ്റെ കണക്കു പറഞ്ഞ് അമിത്ഷായെ അതിശയിപ്പിച്ചവർക്ക് എന്തു പറയാനുണ്ടെന്നാണ് അകത്തളത്തിലെ പരിഹാസം. വെള്ളാപ്പള്ളിയാണ് വെള്ളത്തിലാക്കിയതെന്ന് കുമ്മനം പക്ഷം പറഞ്ഞു നിന്നെങ്കിലും വിലപ്പോയില്ല ആ വാദഗതികൾ. കേന്ദ്രത്തിൻ്റെ കോപം മൂത്ത് കിട്ടാനിരുന്ന സ്ഥാനങ്ങൾ കിട്ടാതെ പോകുമെന്ന ഭയപ്പാടും കുറ്റം പറച്ചിലിൻ്റെ ആക്കം കൂട്ടി. മലപ്പുറത്ത് നിന്നുള്ള വീഴ്ചയുടെ വിഴുപ്പലക്കൽ കുമ്മനത്തിനു മേലുള്ള കുരുക്കുമുറുക്കുമോ എന്നത് കാത്തിരുന്നു കാണാം. കുഞ്ഞാലിക്കുട്ടിക്ക് ശേഷം ലീഗ് കാക്കാൻ ആരെന്നതാണ് മലപ്പുറം ഉയർത്തുന്ന പുതിയ ചോദ്യം. നിയമസഭാ കക്ഷി നേതാവ് ആരാകുമെന്നതാണ് ആകാംക്ഷ ഉയർത്തുന്ന ആദ്യത്തെ കാര്യം. മുനീറിനാണ് മുൻഗണന കിട്ടേണ്ടത്. വാറഴിക്കാൻ യോഗ്യതയില്ലെന്ന് വിനയം പ്രകടിപ്പിച്ച ഇബ്രാഹിം കുട്ടിക്കും നറുക്കു വീണേക്കാം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവും ഒഴിച്ചിട്ടുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് പോകുന്നത്. വേങ്ങരയ്ക്കു മുൻപ് ആ ഒഴിവും നികത്തുമോ, നികത്താതെ നീട്ടിവെക്കുമോ? വേങ്ങരയെ വരിക്കാൻ ആരെയാണ് കണ്ടെത്തുക എന്നതും നിർണായകമാണ് ലീഗ് രാഷ്ട്രീയത്തിൽ. CPM നേതൃത്വം പക്ഷേ CCയുടെ തിരക്കിലാണ്. മലപ്പുറം പഠിച്ചു പറയാൻ പാർട്ടി കമ്മിറ്റികൾ പിന്നീട് കൂടും. കണക്ക് നിരത്തി കാര്യങ്ങൾ കൈവിട്ടുപോയില്ലെന്ന പ്രതിരോധമാണ് CPM ഉയർത്തുന്നതെങ്കിലും മുസ്ലിം വിരുദ്ധവും മൃദുഹിന്ദുത്വ മേമ്പൊടിയുമുള്ള പ്രചണ്ഡ പ്രചാരണം മലപ്പുറം പിടിക്കാൻ കെട്ടഴിച്ചു വിട്ടതെന്തിനെന്ന് വഴിപോലെ പറയണം CPM നേതൃത്വം. മലപ്പുറം ജനവിധി 3 മുന്നണികൾക്കും മുന്നിൽ വെല്ലുവിളി ഉയർത്തുന്നതോ എന്ന സംശയം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. മലപ്പുറം വിധി കനത്ത പ്രഹരം നൽകിയത് കുമ്മനത്തിന്റെ കണക്കുകൂട്ടലുകൾക്കോ? 2. സംസ്ഥാന നേതാക്കളെ നിർത്തിയിരുന്നെങ്കിൽ മുഖം രക്ഷിക്കുമായിരുന്നോ മലപ്പുറത്ത് BJP? 3. ന്യൂനപക്ഷ പ്രതിരോധത്തിന്റെ കോട്ട തകർക്കാൻ അമിത്ഷാ ഇറങ്ങുമോ അടിത്തറ ഉണ്ടാക്കാൻ? 4. കുഞ്ഞാലിക്കുട്ടിയുടെ പകരക്കാരനിലൂടെ ലീഗ് നേതൃത്വത്തിലെ സമവാക്യങ്ങൾ മാറുമോ? 5. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമെച്ചപ്പെടുത്തിയ മണ്ഡലങ്ങൾ കൈവിട്ടതിൻ്റെ കണക്കും CPM എടുക്കേണ്ടേ? 6. വേങ്ങര ഉപതെരഞ്ഞെടുപ്പും വർഗീയ ധ്രുവീകരണമെന്ന് വേഗത്തിൽ വിശേഷിപ്പിച്ച് രക്ഷപ്പെടുമോ പിണറായി സർക്കാർ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. വിധിയാകുമോ വഴികാട്ടി എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുൻ MLA വി ശശികുമാർ, മുസ്ലിം ലീഗ് നേതാവ് PK ഫിറോസ്, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ MP പ്രശാന്ത്, കോൺഗ്രസ് വക്താവ് ജോസഫ് വാഴക്കൻ എന്നിവർ. ET മുഹമ്മദ് ബഷീർ MPയെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. അതിഥികളിലേക്ക് പോകും മുൻപ് 2 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.